റായ്ബറേലിയിൽ താമസമാക്കി പ്രിയങ്ക. കാഹളം മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് കോൺഗ്രസ് ആ സസ്പെൻസ് പൊട്ടിച്ചത്. അത് അമേഠിയിലേക്ക് രാഹുൽ ഇല്ല എന്നുള്ളതായിരുന്നു എങ്കിൽ തൊട്ടുപിന്നാലെ പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു സസ്പെൻസ് കൂടി കോൺഗ്രസ് പൊട്ടിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പ്രിയങ്കയ്ക്കൊപ്പം പ്രചാരണം കൊഴുപ്പിക്കാൻ രണ്ട് മുതിർന്ന നേതാക്കൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഘേൽ, മറ്റൊന്ന് അശോക് ഗെഹ്ലോട്ട്. ഈ രണ്ട് നേതാക്കളുടെ രാഷ്ട്രീയ പക്വതയും പ്രിയങ്കയുടെ ചുറുചുറുക്കും കൂടി ചേർന്നാൽ കോൺഗ്രസിന്റെ മണ്ഡലങ്ങളിൽ ഒന്നിനെ തിരിച്ചുപിടിക്കുകയും മറ്റൊന്നിനെ നിലനിർത്തുകയും വേണം. അതിനായിട്ടാണ് നൂറുകണക്കിനുള്ള ഗ്രാമസഭകളിലേക്കുള്ള പ്രിയങ്ക എത്തുന്നത്. റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നാണ് പെട്ടെന്ന് പ്രിയങ്ക മത്സര രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള അറിയിപ്പ് വരുന്നത്. അമ്മയുടെ താവളത്തിലേക്ക് രാഹുൽ കടന്നെത്തുന്നതും BJP തലങ്ങും വിലങ്ങും അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തിയില്ല എന്ന പ്രചാരണ യുദ്ധവുമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തിരുന്നു. ആ സമയത്താണിത്. സ്മൃതി ഇറാനിയോട് ഏറ്റുമുട്ടാൻ രാഹുലിനെ വെല്ലുവിളിച്ച് പ്രകോപനമുയർത്തുമ്പോഴൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. വയനാട്ടിലെ രാഹുൽ എന്ന പരാമർശം മാത്രം മതി സ്മൃതിക്ക്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴാണ് കിഷോരിലാൽ ശർമ്മ കാലെടുത്ത് വെക്കുന്നത്. ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന നേതാവ്, എങ്ങനെ യുദ്ധമുഖത്ത് നേരിടണമെന്നറിയാവുന്ന നേതാവ്. അപ്പോൾ വീണ്ടും റായ്ബറേലിക്കാർ പറഞ്ഞു പ്രിയങ്ക പ്രചരണത്തിന് വേണമെന്ന്. തന്റെ പ്രവർത്തകർ നിരാശരാവേണ്ടതില്ല എന്ന് ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക കളത്തിലിറങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റായ്ബറേലിയിൽ താമസമാക്കിയതും. റായ്ബറേലിയിലെ ഗസ്റ്റ് ഹൗസിലാണ് താമസം. ബൂത്ത് തലം മുതലുള്ള പ്രചാരണങ്ങൾ പ്രിയങ്കയുടെ നേതൃത്വത്തിലായിരിക്കും. ഇതോടൊപ്പം തന്നെ ഇരു മണ്ഡലങ്ങളുടെയും സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങൾ പ്രിയങ്ക നിരീക്ഷിക്കും. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ഭൂപേഷ് ബഘേൽ, സച്ചിൻ പൈലറ്റ് എന്നിവരുടെ പ്രചാരണ പരിപാടികൾ പ്രിയങ്ക നേരിട്ടാവും തീരുമാനിക്കുക.